പോകുന്നു എന്ന് നമ്മൾ സംശയിക്കണം. ലക്ഷ്യം മാറി. ഖബറാളിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നതിന് പകരം ഖബറാളിയോട് പ്രാർത്ഥിക്കുന്ന അവസ്ഥയാണ് ഇന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആഖിറത്തെ ഓർമ്മിക്കേണ്ടതിന് പകരം, മരണത്തെ ഓർമ്മിക്കേണ്ടതിന് പകരം ഇഹലോകത്തെയും ജീവിതത്തെയുമാണ് ഖബർ സന്ദർശനം കൊണ്ട് ഇന്ന് പലരും ലക്ഷ്യമാക്കുന്നത്, അർത്ഥമാക്കുന്നത്. അങ്ങനെ അതിനുവേണ്ടി ഖബറിടം കെട്ടിപ്പൊക്കുന്നു, ജാറുണ്ടാക്കുന്നു, നേർച്ചകൾ നടത്തുന്നു, ഉറൂസുകൾ നടത്തുന്നു. അവിടെ ആന വരുന്നു, അമ്പാരിയുണ്ട്, അവിടെ ചെണ്ടമേള വാദ്യങ്ങളുണ്ട്. അവിടെ ഇതിന്റെ അകമ്പടിയോടുകൂടി ഒരുപാട് ദുരാചാരങ്ങൾ ഇന്ന് സമൂഹത്തിൽ ഖബർ സിയാറത്തുമായി സമൂഹത്തിൽ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഖബർ കെട്ടിപ്പൊക്കുക എന്നത് പ്രവാചകൻ വിലക്കിയ കാര്യമാണ്. ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ ജാബിർ റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന പ്രബലമായ അനിശ്ചിതമായ ഹദീസിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്ന വചനമുണ്ട്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, നഹൻ നബി ജാബിർ റളിയല്ലാഹു അൻഹു പറയുന്നു, നഹൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയ്യുജസ്സുൽ ഖബർ, ഖബർ കുമ്മായമിടുന്നത്, സിമന്റ് ഇടുന്നത്, അവയുബന അലൈഹി അതിന്മേൽ കെട്ടിടം ഉണ്ടാക്കുന്നത്, കെട്ടി ഉയർത്തുന്നത്, അതേപോലെ വഅയുഖഅദ അലൈഹി അതിന്മേൽ ഇരിക്കുന്നത് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വിലക്കിയിരിക്കുന്നു എന്നാണ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് ഉദ്ധരിച്ചിട്ടുള്ള ഹദീസിലുള്ളത്. അബുൽ ഹയ്യാജ് റളിയല്ലാഹു തആല അൻഹു പറയാൻ, ഖാല ലി അലി ഇബ്നു അബി ത്വാലിബ്, അബൂ ത്വാലിബ് റളിയല്ലാഹു തആല അൻഹു എന്നോട് പറഞ്ഞു, അലാ അബ്അസുക അലാ മാ ബഅസനി അലൈക റസൂലുള്ളാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം എന്നെ ഏതൊരു കാര്യത്തിന് വേണ്ടി നിയോഗിച്ചുവോ ആ കാര്യത്തിന് വേണ്ടി ഞാൻ നിന്നെ നിയോഗിക്കുന്നു എന്ന് അലി റളിയല്ലാഹു അൻഹു അബുൽ ഹയ്യാജ് റളിയല്ലാഹു തആല അൻഹുവിനോട് പറയാൻ. അബുൽ ഹയ്യാജ് റളിയല്ലാഹു തആല അൻഹു ആരാന്നറിയോ? സിഹാറു സഹാബയിൽപ്പെട്ട പ്രമുഖനായ വ്യക്തിയാണ്. അദ്ദേഹത്തോട് അലി റളിയല്ലാഹു അൻഹു പറയാൻ, എന്നിട്ട് എന്താണ് പ്രവാചകൻ എന്നോട് പറഞ്ഞത് എന്ന് അലി റളിയല്ലാഹു തആല അൻഹു പറയുന്നുണ്ട്, അല്ലാ തദഅ തിംസാലൻ ഇല്ലാ തുമസ്തഹു, ഒരു പ്രതിഷ്ഠയെയും പ്രതിബിംബത്തെയും തകർക്കാതെ നീ വിട്ടുപോകരുത്. വലാ ഖബറൻ മുശ്രിഫൻ ഇല്ലാ സവൈതഹു, ഉയർന്നു നിൽക്കുന്ന പൊങ്ങി നിൽക്കുന്ന ഒരു ഖബറിനെയും സമനിരപ്പാക്കാതെ നീ കടന്നു പോകരുത് എന്ന് പടനീക്കം നടത്തുന്ന വേളയിൽ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അലി റളിയല്ലാഹു അൻഹു ചുമതലപ്പെടുത്തിയിട്ടുണ്ട് എന്ന് അലി റളിയല്ലാഹു അൻഹു. ആ കാര്യത്തിന് അബുൽ ഹയ്യാജ് ഞാൻ നിന്നെ ചുമതലപ്പെടുത്തുന്നു എന്നാണ് ഇമാം മുസ്ലിം റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ അബുൽ ഹയ്യാജ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന പ്രബലമായ അനിശ്ചിതമായ ഹദീസാണ് ഈ കാണുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ഒരു ചാൺ മാത്രം ഉയരത്തിലാണ് ഉണ്ടായിരുന്നത് എന്ന് സ്വഹാബാക്കളൊക്കെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രവാചകന്റെ ഇന്ന് സമൂഹത്തിൽ ജാറം പൊക്കുക മാത്രമല്ലേ, അത് സ്വാഭാവികമായി ജാറം പൊങ്ങുന്നു, എന്നിട്ട് അത് കെട്ടി ഉയർത്തുന്നു, അവിടെ ചെണ്ടമേളങ്ങൾ വരുന്നു, അവിടെ വാദ്യാഘോഷങ്ങൾ ഉണ്ടാകുന്നു. ഈ പരിപാടി പ്രവാചകൻ വിലക്കിയിരിക്കുന്നു എന്ന് അനിശ്ചിതമായ പരമ്പരയിൽ പ്രമുഖരായ മുഹദ്ദിസുകൾ എടുത്തു പറയുന്നുണ്ട്. ജാബിർ റളിയല്ലാഹു അൻഹു പ്രവാചകന്റെ അരുമ ശിഷ്യന് അദ്ദേഹം പറയുന്ന ഒരു ഹദീസ് ഇമാം ബൈഹഖി റഹ്മഹുല്ലാഹ് തന്റെ സ്വഹീഹിൽ എടുത്തുദ്ധരിച്ചിട്ടുണ്ട്. റുഫിഅ ഖബറുഹു മിനൽ അർളി നഹ്വൻ മിൻ ശിബ്രിൻ കദാ വജദ്തുഹു, പ്രവാചകന്റെ ഖബർ ഒരു ചാൺ മാത്രം ഉയർന്നതായിട്ടാണ് ഞാൻ കണ്ടിട്ടുള്ളത്, അപ്രകാരമാണ് ഞാൻ കണ്ടത്. പ്രവാചകന്റെ ഖബർ കണ്ടവരാണ് സ്വഹാബാക്കൾ റളിയല്ലാഹു തആല അൻഹും അജ്മഈൻ. അവരൊക്കെ പറയുന്നു പ്രവാചകന്റെ ഖബർ ഒരു ചാണേ ഉയർന്നിട്ടുള്ളൂ എന്ന്. അതെ, പ്രവാചകന്റെ ഖബർ ജാറമായി സ്വമേധയാ ഉയർന്നിട്ടില്ല. ഔലിയാക്കന്മാരുടെ മഹാന്മാരുടെ ഖബർ അത് സ്വമേധയാ ജാറമായി ഉയരുമെന്ന മൂഢമായ ധാരണ ഇന്ന് സമൂഹത്തിൽ ചില ആളുകൾ ഉണ്ടാക്കുകയും അങ്ങനെ ഉയർന്നതാണ് ഈ ജാറങ്ങളൊക്കെ എന്ന് പറയാറുള്ളത്. അല്ല, ഉയർന്നിരുന്നെങ്കിൽ ഏതെങ്കിലും ഖബർ ഇങ്ങനെ മഹത്വം കൊണ്ട് സ്വമേധയാ ഉയർന്നിരുന്നെങ്കിൽ ആദ്യമായി ഉയരേണ്ടത് അഷ്റഫുൽ ഖൽഖിന്റെ പ്രവാചകന്റെ ഖബറായിരുന്നു. അത് ഉയർന്നിട്ടില്ല. പ്രവാചകന്റെ സമീപത്താണ് ഔലിയാക്കളുടെ താജായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുള്ളത്. അതും ഉയർന്നിട്ടില്ല. അതിന് തൊട്ടടുത്താണ് ഉമർ ഫാറൂഖ് റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖബറുള്ളത്. അതും ഉയർന്നിട്ടില്ല. ഒരു ചാണിൽ കൂടുതൽ അതൊന്നും ഉയർന്നിട്ടില്ലെന്ന് പ്രമുഖരായ മുഹദ്ദിസുകൾ പണ്ഡിതന്മാർ അവരുടെ ഗ്രന്ഥങ്ങളിൽ നമ്മെ അറിയിക്കുകയാണ്. എന്താ കാരണം അറിയോ? പ്രവാചകന്റെ ഖബർ കെട്ടി ഉയർത്തുകയും